ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നന്ദന ആരെങ്കിലും ശത്രുക്കളുള്ളതായി നിനക്കറിയാമോ? ഇല്ല. ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കുന്ന ആളല്ലല്ലോ നന്ദേട്ടൻ. പിന്നെ എങ്ങനെ ശത്രുക്കൾ വരാനാ? ഇതിപ്പോ വല്ല ആളുമാറി സംഭവിച്ചതായിരിക്കുമെന്ന് എന്റെ സംശയം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇത് അവനെ തന്നെ ലക്ഷ്യം വെച്ച് വന്നവരാണെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കാൻ അവർ ചിലപ്പോൾ വന്നേക്കും. നമ്മുടെ വീട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതുപോലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹയുടെ കാര്യം തന്നെ എടുക്കാം. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ ആകെ ഡിപ്രഷനിലായതുപോലെ. ഇടയ്ക്ക് ആതിരി അനക്ക് എന്തെങ്കിലും പറയുമ്പോൾ അടുക്കളയിലേക്ക് വരുമെന്നല്ലാതെ കൂടുതൽ സമയം അവൾ മുറിയടച്ചിട്ടിരിക്കുകയാണ്. സ്നേഹയുടെ കാര്യത്തിൽ അടുത്തൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ ദുഃഖം മാറുമെന്ന് വിചാരിക്കാം. പക്ഷേ അതുപോലെയല്ലല്ലോ നന്ദന്റെ അവസ്ഥ. ആ കിടപ്പ് കാണാൻ തന്നെ പ്രയാസമാണ്. സഹിക്കാൻ പറ്റുന്നില്ല. വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാ നന്ദന്റേത്. അത് കൊടുത്തതുപോലും അവന്തികയെ. ഇനിയിപ്പോ പ്ലാസ്മ മാറ്റി കൊടുക്കണമെന്ന് പറയുന്നു. അതിനു പറ്റിയ ആളുകളെ കണ്ടുപിടിക്കണ്ടേ? വീണ് പോകുമ്പോഴാണ് ഓരോരുത്തരും ആർക്കൊക്കെ സഹായമായിട്ട് വരുമെന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ ശത്രുക്കളായിട്ടിരുന്നവരായിരിക്കും ഇന്ന് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അവസരം മുതലാക്കി മിത്രങ്ങൾ പലരും അകന്നു പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചറിയാൻ അച്ഛനും അവന്തികേട്ടത്തെയും കൂടി ജോത്സ്യനെ കാണാൻ പോയിരുന്നു അല്ലേ? അച്ഛൻ സംശയിക്കണ്ട. അവന്തികേട്ടത്തെ എല്ലാ കാര്യങ്ങളും ആതിരോട് പറഞ്ഞു. അങ്ങനെയാ ഈ കാര്യം ഞാൻ അറിഞ്ഞത്. സത്യത്തില് അത് ശരിയാണോ അച്ഛാ? ആ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞോ? അർച്ചനേട്ടത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഈ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോരുത്. അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോയതല്ല. അങ്ങനെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഏതെങ്കിലും വഴിയിൽ ചാടിപ്പോയാൽ ഈ ഭൂമിയിൽ ദുരന്തം ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സംഭവിച്ച ഓരോന്നും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുമ്പോൾ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോകും. അവിടെ ചെന്ന് ആ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ അതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്ത്? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്നോ? എന്റെ അച്ഛ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറയല്ലേ. നന്ദേണ്ണ ഇതുപോലെ പറ്റിയപ്പോ അവന്തി എടുത്ത് പേടിച്ചു കാണും. അന്ധവിശ്വാസങ്ങൾ മനുഷ്യരിൽ കുത്തി നിറച്ച് തമ്മിലടി ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കാതിരിക്കുന്നവരാ പല ജോത്സ്യന്മാരും. എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കൂടുതൽ പേരും അങ്ങനെ ആളുകളെ പറ്റിക്കുന്നവരാണ്.